അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, എത്ര ദിവസം ഇരിക്കും, കേടുകൂടാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അത് സാമ്പാർ പൊടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. പക്ഷേ ഞാൻ തയ്യാറാക്കുന്ന സാമ്പാർ പൊടി ഉപയോഗിച്ചാണ് ഞാൻ എന്നും സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇറച്ചിക്കും മീനിനും എല്ലാത്തിനും ഫിഷ് മസാല, മീറ്റ് മസാല ഇതെല്ലാം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇതെല്ലാം ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന ആ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. പക്ഷേ അത് ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഞാൻ അടുത്ത് ഇനി ഉണ്ടാക്കി വെക്കുന്ന സമയത്തായിരിക്കും ഞാൻ ആ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പ് കുക്കറിലിട്ട് പരിപ്പും സവാളയും തക്കാളിയും കൂടി മീഡിയം സൈസ് സവാള, തക്കാളി, പച്ചമുളക്, വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട് കുക്കറിനകത്തിട്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് 2 കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും ഇട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചോവയും പിന്നെ അതിലുള്ള മറ്റേ ഇതുണ്ട് വഴുവഴുപ്പൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വറുത്ത് പൊരിച്ച പോലെ രൂപത്തിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ചേന, ചേമ്പ്, പച്ചക്കായ, പിന്നെ കുമ്പളങ്ങ, ഇത്രയും പച്ചക്കറി മാത്രം. പിന്നെ വെണ്ടയ്ക്കയും പിന്നെ മെയിനായിട്ടുള്ളത് കൂടുതൽ ഞാൻ ചേർക്കാറുള്ളത് മുരിങ്ങാക്കോല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് ഈ സാമ്പാർ. നമ്മൾ ഒത്തിരി വളവള എന്നുള്ള ഗോവയ്ക്ക അങ്ങനെയുള്ള ഇതൊന്നും ഇടരുത് കേട്ടോ. കുമ്പളങ്ങ മെയിനായിട്ട്, കുമ്പളങ്ങയും സാമ്പാറിൽ മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങ, പിന്നെ കായ, ചേന, ചേമ്പ്, പിന്നെ വേണ്ടത് മുരിങ്ങാക്കോല്. ഇതത്രയുമാണ് സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. മറ്റുള്ളതൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും സാമ്പാർ പെട്ടെന്ന് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിനകത്തോട്ട് ഇടാൻ കേട്ടോ. മസാലക്കൂട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി വരണം കേട്ടോ. ഒരു കളർ ചേഞ്ചായി വരണം. അപ്പോഴത്തേക്കും നമ്മുടെ പുളി ഉണ്ടല്ലോ, പിഴിഞ്ഞരിച്ച് മാറ്റി വെച്ചേക്കുന്ന പുളിയും കൂടി അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കർ മൂടി വെക്കാം. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ എന്ത് ചേർത്തിട്ടില്ല, നമ്മുടെ മെയിൻ സാധനമായ മുരിങ്ങാക്കോല് ചേർത്തിട്ടില്ല. അത് മാറ്റി വെച്ചേക്കുവാണ്. അത് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് കുക്കറിൽ നിന്ന് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കി വെക്കുമല്ലോ, പുളിയൊക്കെ ഒഴിച്ച് വെന്ത് വരുമ്പോഴത്തേക്കും തിളവുമല്ലോ. തിളക്കുന്ന സമയത്താണ് നമ്മൾ ആ മുരിങ്ങാക്കോല് ചേർക്കുന്നത്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ മുരിങ്ങാക്കോല് വേവും. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കോലും കൂടി അതിനകത്തോട്ടിട്ട് കുഴഞ്ഞ് പരുവത്തിലായിപ്പോവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിനകത്തോട്ട് വേവിച്ച് വെച്ച പരിപ്പിട്ട്. പിന്നെ നിങ്ങൾ ഈ സാമ്പാർ തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കുറുക്ക് രൂപത്തിലാക്കി വെന്തെടുക്കരുത് കേട്ടോ. പരിപ്പ് ഒന്ന് നല്ലതുപോലെ വേവും വേണം, എന്നാൽ കുറുക്ക് രൂപത്തിലാവുകയും ചെയ്യരുത്. പരിപ്പ് ഇട്ടിട്ട സാമ്പാറാണെന്ന് നമ്മൾ അറിയുന്ന രൂപത്തിലായിരിക്കും. പരിപ്പ് എപ്പോഴും കുറുക്ക് രൂപത്തിലായി കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരിപ്പ് വേവിക്കുമ്പോൾ എങ്ങനെ വേവിക്കണമെന്നാണ്. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു വിസിലൊക്കെ വരുമ്പോൾ തന്നെ പരിപ്പ് ശരിക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ഉടഞ്ഞ് കുറുക്ക് രൂപത്തിലാവത്തുമില്ല. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ സാമ്പാർ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ കഷ്ണങ്ങൾ വേവാനായിട്ട് ഒന്നും കൂടി നമ്മൾ വിസിലടിച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അത് വെന്തിറക്കി മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് താളിപ്പ് റെഡിയാക്കാം. താളിക്കാനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, അതിനകത്തോട്ട് പിന്നെ വറ്റൽമുളകിട്ടു, പിന്നെ വേപ്പില, ഇത്രയും ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം പിന്നെ ഈ മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ച മസാലയുടെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഒരു ക്രിസ്മസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ചതച്ച മുളക് പൊടി എന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മൾ വീട്ടിൽ ചതച്ച മുളക് പൊടിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണമെന്നില്ല, അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതിൻ്റെയൊക്കെ പച്ചച്ചോവ അതാണ്ട് ആ എണ്ണയിൽ കിടന്നിട്ട്, തീ വേണ്ട, ആ എണ്ണയിൽ കിടന്ന് വരുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ മൊരിഞ്ഞ് വരും. താളിപ്പ് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റുള്ള ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് കൂടിയ 10-15 മിനിറ്റ് മതി. പച്ചക്കറിയൊക്കെ വെന്ത് വേവിച്ച് ഓരോരോ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഉണ്ടാക്കിയ ഈ സാമ്പാർ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.